ഹലോ, ഇന്ന് ഒരു ബർത്ത്ഡേ വ്ളോഗായിട്ട് തന്നെയാണ് കേട്ടോ വീണ്ടും വന്നിരിക്കുന്നത്. ഇന്ന് ഞങ്ങളെ കുട്ടിക്കുറുമ്പൻ്റെ പിറന്നാളാണ്. അപ്പോൾ ഞാൻ രാവിലെ എത്തിയപ്പോഴത്തേക്ക് തന്നെ അമ്മ എല്ലാം റെഡിയാക്കി കഴിഞ്ഞിരുന്നു. പായസം ആവാണ്ടായിരുന്നുള്ളൂ. പിന്നെ ഉച്ചയ്ക്ക് പിറന്നാൾ നാളായിരുന്നു. അപ്പം സദ്യ തന്നെ അമ്മ സദ്യ രാവിലെ എഴുന്നേറ്റ് അമ്മ എല്ലാം റെഡിയാക്കിയിരുന്നു. ഞാൻ എത്താൻ ലേറ്റായിരുന്നു. രാത്രി പരിപാടി ഉണ്ടായിരുന്നു, കൗശിക്ക് ജില്ലാ പരിപാടിയായിരുന്നു സ്കൂളിൽ. അപ്പോൾ ഇതാണ് ഞങ്ങളെ പിറന്നാളുകാരൻ. അപ്പോൾ ചെറിയച്ഛനും ചെറിയമ്മയും പിന്നെ ശ്രീലക്ഷ്മിയുടെ ചെറിയമ്മയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവർ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ചേച്ചിയാണ്, പിന്നെ മോളുമാണ്, അവരെയും വിളിച്ചിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചു. പിന്നെ ഈവനിങ്ങിലായിരുന്നു പ്രോഗ്രാം. അപ്പോഴേക്ക് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഓരോരുത്തർ വരൽ തുടങ്ങി. ഗസ്റ്റുകൾ വല്ലാണ്ട് ആരെയും വിളിച്ചിട്ടൊന്നുമില്ല. ഇത് ഞങ്ങളെ അച്ഛൻ്റെ കസിനാണ്. അവർ അന്തമാനിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ദിവസത്തെ ലീവിന് വേണ്ടി വന്നതായിരുന്നു നാട്ടിൽ. അപ്പോൾ ബർത്ത്ഡേ അന്നായിരുന്നു, അപ്പോൾ വന്നതാ വീട്ടിലേക്ക്. പിന്നെ നീരവിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു പരപ്പനങ്ങാടിയുള്ള, അവരും ഉണ്ടായിരുന്നു, വന്നിരുന്നു. അച്ഛനും അമ്മയും അവനും ഇത് വൈഫാണ് അവരെ. പിന്നെ ഞങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചെറിയച്ഛൻ്റെ മക്കളും ചെറിയച്ഛനും അവരും ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതാ പിറന്നാളായാൽ പിന്നെ കേക്ക് ഉണ്ട്, കട്ട് ചെയ്യലും ഒക്കെ ആയിട്ട് അങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണത്, കുഞ്ഞുണ്ണിയാണ് വിളിക്കുക. പിന്നെ അവർ പരപ്പനങ്ങാടിയാണ്. അങ്ങനെ പിന്നെ അവർ കേക്കൊക്കെ കട്ട് ചെയ്ത്, അവന് മെസ്സിൻ്റെ കേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ പിന്നെ മെസ്സിൻ്റെ കേക്ക് തന്നെ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഞങ്ങൾ മെസ്സിൻ്റെ കേക്കാണ് ആക്കിയത്. പിന്നെ എല്ലാ പ്രാവശ്യത്തുമാതിരി തന്നെ കേക്ക് കട്ട് ചെയ്ത് അങ്ങോട്ട് കൊടുക്കലും ഇങ്ങോട്ട് തരലും ഒക്കെ ആയിട്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ പുറത്ത് വെച്ചിട്ട്, അവന് അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരോടും വന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഗിഫ്റ്റുകളും കിട്ടുന്നതും അതൊക്കെ. അങ്ങനെ പിന്നെ കേക്ക് കട്ട് ചെയ്യൽ കഴിഞ്ഞ് അവർക്ക് എന്തോ തിരക്കുണ്ട് പറഞ്ഞിരുന്നു. പിന്നെ അവൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛനും അവർക്ക് എവിടെയോ പോകാനോ എന്തോ ഉണ്ട് പറഞ്ഞിട്ട് പിന്നെ അവർ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് വേഗം ഫുഡൊക്കെ കൊടുത്തു. പിന്നെ വെജിറ്റേറിയൻ വൃശ്ചിക മാസം ആയതുകൊണ്ട് വെജിറ്റേറിയൻ രണ്ടും ഉണ്ടായിരുന്നു, നോണും ഉണ്ടായിരുന്നു വെജും ഉണ്ടായിരുന്നു. അവർക്ക് ഏതാ വേണ്ടത് വെച്ചാൽ എല്ലാവർക്കും കഴിക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ. പിന്നെ ഉച്ചയ്ക്ക് സദ്യ എല്ലാം ഉണ്ടായിരുന്നു, സേമിയ പായസവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഏതാ വേണ്ടത് വെച്ചാൽ കഴിക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാം ഉണ്ടാക്കിയിരുന്നു. ഫ്രൈഡ് റൈസും വെജ് ഗോബി കറിയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവർ വെജായിരുന്നു കഴിച്ചത്. വൃശ്ചിക മാസമായിട്ട് അമ്പലത്തിൽ എന്തൊക്കെയോ പൂജയും ഒക്കെ ഉണ്ട് പറഞ്ഞു. പിന്നെ എല്ലാവരും അങ്ങോട്ടും സംസാരിക്കലും ഒക്കെ ആയിട്ട് കുറച്ച് സമയം അങ്ങനെയൊക്കെ അങ്ങോട്ട് പോയി. ഞങ്ങൾ എത്താൻ ലേറ്റായിരുന്നു. പിന്നെ ഇവിടെ അയ്യപ്പൻ വിളക്കിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. കൗശിക്ക് അതിൻ്റെ പ്രോഗ്രാമിൻ്റെ പ്രാക്ടീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എത്തിയപ്പോൾ ഞങ്ങൾ ലേറ്റായി. ഇവരെല്ലാവരും എത്തിയതിൻ്റെ ശേഷമാണ് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി കൗശികിനെ അങ്ങനെ കാത്ത് റെഡിയായി നിൽക്കുകയായിരുന്നു ഇവരെല്ലാവരും. അങ്ങനെ പിന്നെ സൗണ്ടിന് ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ട്, നല്ല ജലദോഷമൊക്കെ ഉണ്ട്. പിന്നെ കേക്കിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷനിലായിരുന്നു ഞങ്ങൾ. കേക്ക് ടേസ്റ്റ് ഉണ്ടോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ അതിനെപ്പറ്റി ശ്രീലക്ഷ്മി ഇങ്ങനെ പറയുകയാണ് ഓരോന്നും. കേക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെ ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്, അത് ഞങ്ങൾ എല്ലാവരും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനത്തെ ഒരു ഇതാണ് എല്ലാ മക്കളും ഒക്കെ ആയാൽ. പിന്നെ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ആകുമ്പോൾ പിന്നെ അങ്ങനെയാണ്. കൗശി ക്ഷീണിച്ച് വന്നതാണ്, കളി ഡാൻസൊക്കെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞിട്ട്. പിന്നെ ഇവരെ കുട്ടിപ്പട്ടാളങ്ങൾ കൂടി അവരുടേതായ കാര്യങ്ങൾ. പിന്നെ എന്താ RC കാറോ അങ്ങനെയൊക്കെ ആയിട്ട് അവർ പിന്നെ വന്നവർക്ക് വേഗം പോകണം എന്ന് പറഞ്ഞു. എന്താ തിരക്കുണ്ട് പറഞ്ഞു. പിന്നെ അവർ വേഗം ഇരുന്ന് ഫുഡ് കഴിച്ച് അവർ പോയി. പിന്നെ മക്കൾ കഴിച്ചു, പിന്നെ ഞങ്ങളും അങ്ങനെ കഴിച്ചു. പിന്നെ ഇവർ ചെറിയച്ഛനും മക്കൾ കഴിച്ച് അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് എല്ലാവരും സാവധാനം അങ്ങനെ കഴിച്ചു. പിന്നെ ഇവർ എല്ലാവരും ചെറിയച്ഛനും പിന്നെ കസിൻ ഉണ്ണിയേട്ടനാണ്, അവരാണ് അന്തമാനിലുള്ളത്. മോനും വൈഫ് ബിന്ദു ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നതായിരുന്നു, ഗുരുവായൂരൊക്കെ പോയി തൊഴുത് വന്നതായിരുന്നു അന്ന് അമ്മേൻ്റെ പിറന്നാളുമാണ്. ഭാർഗവീടത്തീൻ്റെ പിറന്നാളും അന്ന് തന്നെയായിരുന്നു. അപ്പോൾ ഗുരുവായൂരൊക്കെ പോയി അവർ വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വന്ന് പോവാൻ വിചാരിച്ചിട്ട് അങ്ങനെ വന്നപ്പോൾ പിന്നെ ഞങ്ങൾ ഫംഗ്ഷനും കൂടിയിട്ട് പോവാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നിന്നതാ. അങ്ങനെ പിന്നെ എല്ലാവരും കൂടി ഇന്ന് ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ്, ഇത് അവരെ മൂത്ത മോനാണ്, 2 ആൺകുട്ടികളാണ് അവർക്ക്.
അങ്ങനെ പിന്നെ ചെറിയച്ഛനും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല, ഒരുപാട് നേരമായിരുന്നു. പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉള്ളത് നല്ല രസമാണല്ലോ എല്ലാവരും കൂടി കൂടിയിട്ടുള്ളത്. അപ്പം ഇന്നിപ്പോൾ ചെറിയ ഒരു ബർത്ത്ഡേ വ്ളോഗാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.